നമ്മുടെ ഒരു പേഷ്യൻ്റ് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഇവിടെ ചികിത്സയിലിരുന്ന ആളാണ്. മലയാളിയല്ല, കേരളത്തിന് പുറത്തുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇടയ്ക്ക് 2-3 മാസം കൂടുമ്പോൾ ഇവിടെ വന്ന് കാണും, മരുന്ന് കഴിക്കും. ആദ്യം നമ്മൾ ഇവാലുവേഷനൊക്കെ ചെയ്ത് ആദ്യത്തെ ഒരു കോഴ്സ് മെഡിക്കേഷൻ കൊടുത്തിട്ട് എഫക്റ്റ് ഇല്ലാതിരുന്ന സമയത്ത് വേണ്ട ഇവാലുവേഷൻ ചെയ്തപ്പോൾ സിഗ്നിഫിക്കൻറ്റ് വീനസ് ഇൻസഫിഷ്യൻസി എന്നാണ് കണ്ടത്. അതായത് പെനീസിനകത്തേക്ക് ഒഴുകി വന്ന ബ്ലഡ് അവിടെ നിൽക്കാതെ ലീക്കായിട്ട് പോകുന്ന അവസ്ഥയുണ്ട്. അന്ന് അദ്ദേഹം ഇംപ്ലാന്റിൻ്റെ കാര്യം ആവശ്യപ്പെട്ടു. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഷുഗർ വളരെ കൂടുതലായിരുന്നു. HbA1c എന്ന് പറയുന്ന ടെസ്റ്റ് 10.4 ആയിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞു, നിങ്ങൾ ഇപ്പം മരുന്ന് തന്നെ കഴിച്ചിട്ട് കാര്യമില്ല, ആദ്യമേ ഈ ഷുഗറെല്ലാം കൺട്രോൾ ചെയ്യുക, അതിനുശേഷം മെഡിസിൻ കഴിച്ച് നോക്കുക. മെഡിസിൻ കഴിച്ചിട്ട് എഫക്റ്റ് ഇല്ലാത്തൊരു കണ്ടീഷൻ വന്നാൽ മാത്രം നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാം. അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നാട്ടിൽ ചെയ്തോളാം, ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് അവിടെ നിന്ന് ഇവിടെ വരെ എത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ശരി, നമ്മൾ സമ്മതിച്ചു. നാട്ടിൽ പോയി ട്രീറ്റ് ചെയ്തു. ഷുഗറൊക്കെ ഏകദേശം കൺട്രോളിലാക്കിയതിന് ശേഷം വന്നു. HbA1c 7 താഴെയായി. മരുന്ന് കൊടുത്തു. കുറച്ച് കാലത്തേക്ക് ആ മരുന്ന് എഫക്റ്റീവായിരുന്നു. പിന്നീട് ആ മരുന്ന് തീരെ എഫക്റ്റീവ് അല്ലാത്ത അവസ്ഥ വന്നു, ഷുഗർ കൺട്രോൾ ചെയ്തിട്ടും. അപ്പോൾ ഇംപ്ലാന്റിൻ്റെ ആവശ്യം വന്നു. പേഷ്യൻ്റ് ആവശ്യപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞു ചെയ്യാം, അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ചെയ്യാനായിട്ടുള്ള ഡേറ്റും ഒക്കെ തീരുമാനിച്ചു. എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തു. വിവിധതര ഇംപ്ലാന്റിനെ പറ്റി പറഞ്ഞു കൊടുത്തു. അവസാനം അദ്ദേഹം ഒരു ഫ്ലെക്സിബിൾ മാലിബിൾ ഇംപ്ലാന്റാണ് ചൂസ് ചെയ്തത്. പോയി കഴിഞ്ഞിട്ട് ആ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേറ്റ് ഫിക്സ് ചെയ്ത ഡേറ്റിന് ഒരു 4 ദിവസം മുമ്പ് ഒരു കോൾ വന്നു. ഡോക്ടറെ, അത് അവിടെ പറഞ്ഞ റേറ്റ് ഇത്രയാണ്, അതിൽ കുറച്ച് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപ്പോൾ ഇവിടെ അത് അറ്റൻഡ് ചെയ്ത PRO പറഞ്ഞു, അങ്ങനെ നമ്മൾക്കൊരു ബാർഗെയിനിങ് ഇല്ല, നമുക്കെല്ലാം ഫിക്സഡ് റേറ്റുകളാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു മാറ്റവും വരില്ല. അപ്പോൾ ആൾ കാര്യമായിട്ട് ബാർഗെയിൻ ചെയ്തു. അല്ല, ഞാൻ വേറെ പലയിടത്തും അന്വേഷിച്ചു, അവിടെയൊക്കെ പറഞ്ഞ് ഇതിലും കുറച്ചാണ്. അപ്പോൾ PRO പറഞ്ഞൊരു കാര്യം ചെയ്തു, അങ്ങനെ കുറച്ച് കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് ചെയ്തു, നമുക്കതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും പോയി ചെയ്യാം, ഇവിടെ വന്ന് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ ഇവിടുത്തെ സീനിയർ ഡോക്ടേഴ്സ്, എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സാണ്, അവരുടെ ഫീസും ഇംപ്ലാന്റ് നമ്മൾ വാങ്ങുന്ന ഇംപ്ലാന്റിൻ്റെ കോസ്റ്റും അതെല്ലാം കൂട്ടി ഇത്ര തന്നെ ആവും, ഇതിൽ കുറയുന്നില്ല, ഒരു പൈസ പോലും കുറച്ചിട്ട് ഞങ്ങൾ ചെയ്യില്ല, അങ്ങനെ ഒരു ബാർഗെയിനിങ്ങിന് ഞങ്ങൾ നിൽക്കില്ല എന്ന് പറഞ്ഞു. ഈ വ്യക്തി പോയിട്ട് കേരളത്തിന് പുറത്ത് തന്നെ, അയാൾ കേരളത്തിന് പുറത്തുനിന്ന് വന്ന ആളാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സ്ഥലത്ത് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന്, അയാളുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ ഇംപ്ലാന്റ് ചെയ്തു. ഇംപ്ലാന്റ് ചെയ്ത് ഒരു 4-5 മാസത്തിന് ശേഷം വീണ്ടും ഇവിടെ തിരിച്ചു വന്നു. വന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇംപ്ലാന്റ് വെച്ചിട്ടും ബന്ധപ്പെടാൻ കഴിയുന്നില്ല, പെനീസ് ഒരു വശത്തേക്ക് ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ 2 ഇംപ്ലാന്റ്, 2 കോർപ്പസ് കാവർണോസ എന്ന് പറയുന്ന, അതായത് പെനീസിനുള്ളിൽ 3 കുഴലുകളാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ 3 കുഴലുകളെന്ന് പറയുമ്പോൾ മുകളിൽ കോർപ്പസ് കാവർണോസം, അതിനടിയിൽ കോർപ്പസ് സ്പോഞ്ചിയോസം, അതായത് യുറീത്ര, മൂത്രനാളി കടന്നു പോകുന്ന സ്ട്രക്ചർ. അപ്പം മുകളിലുള്ള കോർപ്പസ് കാവർണോസം എന്ന് പറയുന്ന 2 കുഴലുകളുണ്ട്. ഈ 2 കുഴലിനകത്തും ഓരോ പീസ് ഇംപ്ലാന്റാണ് കയറ്റി വയ്ക്കുന്നത്. അങ്ങനെ 2 പീസാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിലെന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ഒരു സൈഡിൽ വെച്ച ഇംപ്ലാന്റിൻ്റെ നീളം കുറച്ച് കുറഞ്ഞു പോയി, അതുകൊണ്ട് 1 ഇഞ്ചിൽ കൂടുതൽ 1.5 ഇഞ്ച് കുറവായിരുന്നു. മറ്റേ സൈഡിൽ വെച്ചത് നീളം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ സൈഡിലേക്ക് വളവ് വരാനുള്ള കാരണം. അപ്പോൾ അതിൽ വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഭാര്യയായിട്ട് ബന്ധപ്പെടാനായിട്ട് ചെന്ന സമയത്ത് ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. പെനീസ് വളഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ബന്ധപ്പെടാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അവസാനം ഭാര്യയ്ക്കും ദേഷ്യമായി, കാരണം ഈ വ്യക്തിയുടെ 2ാം വിവാഹമാണ്. അപ്പോൾ ഭാര്യയും അതിലൊട്ടും തൃപ്തനല്ല. ആദ്യകാലത്ത് തൃപ്തിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് ചികിത്സിക്കാനായിട്ട് ഭർത്താവിനെ നിർബന്ധിച്ചത്. ഇപ്പോൾ ചികിത്സിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞു വന്നിട്ടും ശരിയാവാതെ വന്നപ്പോൾ അവർ കലിതുള്ളി ബഹളം വെച്ചിട്ട് ഇയാൾ എവിടെയെങ്കിലും പോയി ശരിയാക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിട്ടപ്പോഴാണ് ഇവിടെ വീണ്ടും വന്നത്. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് തന്നെ പോയിട്ട് ആ ഡോക്ടറെ കാണുക, കണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, അവർക്കതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുമായിരിക്കാം. ഇതിന് പരിഹാരമുണ്ട്. ആദ്യം വെച്ച ഇംപ്ലാന്റ് എടുത്ത് കളയേണ്ടി വരും. അടുത്തൊരു സർജറിയിലൂടെ അത് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ കറക്റ്റായിട്ട് ഇംപ്ലാന്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ
അത് പരിഹരിക്കാനായിട്ട് പറ്റൂ. പിന്നെ ഒരു ഇംപ്ലാന്റ് ചെയ്ത ഉടനെ 3 മാസം അല്ലെങ്കിൽ 4 മാസത്തിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഇംപ്ലാന്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ എക്സ്പീരിയൻസ്, അവരുടെ എക്സ്പെർട്ടൈസ്, എവിടെ ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾ, പൈസ മാത്രം നോക്കാതെ ഇത്തരം കാര്യങ്ങളൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവുമില്ല. ഇവിടെ വരാൻ വേണ്ടിയല്ല അങ്ങനെ പറഞ്ഞത്. ഇവിടെ വന്ന ഒരു അനുഭവം നിങ്ങളോട് പങ്കുവച്ചു എന്ന് മാത്രം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.